ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ അടുത്ത കോമ്പണൻ്റ് ആയിട്ടുള്ള ഗവർണറിനെ കുറിച്ചാണ്. ഗവർണറിൻ്റെ ചിത്രമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിനെയാണ് ഈ ഗവർണർ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഏകദേശം സിംഗിൾ ബ്ലോക്ക് പോലെ ആയിരിക്കും ഉണ്ടാവുക. പമ്പും ഗവർണറും ഒരുമിച്ചാണ് ഉണ്ടായിരിക്കുക എല്ലാ സമയത്തും. അപ്പോൾ എന്താണ് ഗവർണർ എന്ന് നോക്കാം. ഗവർണർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗവേൺ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഡീസൽ എഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് ഗവർണർ. ഇത് ഡീസൽ എഞ്ചിനിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, പെട്രോൾ എഞ്ചിനിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് നമുക്ക് നോക്കാം. ഡീസൽ എഞ്ചിനിൽ എയറും ഫ്യൂവലും രണ്ട് ഭാഗത്തൂടെയാണ് വരുന്നത്. അത് സിലിണ്ടറിനുള്ളിൽ വെച്ച് മാത്രമേ മിക്സ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് വഴിക്ക് വരുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണല്ലോ. ത്രോട്ടിൽ വാൽവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നമുക്ക് ഫ്യൂവലിൻ്റെ അളവ് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും ഒരുമിച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വെക്കുന്ന ഒരു പാർട്ടാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറിൻ്റെ വർക്കിംഗ് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ വർക്കിംഗ് അറിയണം. അത് നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി ഇവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാൽ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ചിത്രമാണ് ഒരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ. ഈ ക്യാമാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ക്യാം എന്ത് ചെയ്യും, ഈ പ്ലഞ്ചറിനെ മുകളിലേക്കും താഴത്തേക്കും മൂവ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ബാരലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫ്യൂവലെല്ലാം ഇഞ്ചക്ടറിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് എത്രത്തോളം ഫ്യൂവൽ ഇഞ്ചക്ടറിലേക്ക് പോകുന്നുണ്ട്. ഇഞ്ചക്ടറിലേക്ക് പോകുന്ന ഫ്യൂവലെല്ലാം ഇഞ്ചക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഭാഗത്ത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എത്രത്തോളം ഫ്യൂവൽ പോകുന്നുണ്ട്, എഞ്ചിനിലേക്ക് പോകുന്നുണ്ട് എന്ന് കൺട്രോൾ ചെയ്യേണ്ടത്. അതിനനുസരിച്ചാണ് എഞ്ചിൻ്റെ സ്പീഡ് ഉണ്ടാവുക. ഇവിടുന്ന് ഒരുപാട് ഫ്യൂവൽ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് കൂടും. ഇവിടുന്ന് പോകുന്ന ഫ്യൂവൽ കുറവാണെങ്കിൽ എഞ്ചിൻ്റെ സ്പീഡും കുറയും. ലോഡും അതുപോലെ തന്നെയായിരിക്കും. ഇവിടുന്ന് പോകുന്ന ഫ്യൂവലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നല്ല ലോഡ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് പോകുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറവാണെങ്കിൽ എഞ്ചിൻ എടുക്കാൻ പറ്റുന്ന ലോഡും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഫ്യൂവൽ പോകുന്നത് കൺട്രോൾ ചെയ്യുന്നത്, എത്രത്തോളം ഫ്യൂവൽ പോകുന്നു എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ ഹെലിക്കൽ ഗ്രൂവും വെർട്ടിക്കൽ ഹോളും ചേർന്ന ഈ പ്ലഞ്ചറാണ്. അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് പ്ലഞ്ചർ ടൈപ്പിൻ്റെ വീഡിയോ കാണുക. ആ പ്ലഞ്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു റാക്ക് ഉപയോഗിച്ചാണ്. ഈ റാക്ക് വെർട്ടിക്കൽ അല്ല, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ പ്ലഞ്ചർ റൊട്ടേറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് എത്രത്തോളം ഫ്യൂവൽ ഇവിടുന്ന് പുറത്തേക്ക് പോകണം, അതായത് ഇഞ്ചക്ടറിലേക്ക് പോകണമെന്ന് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ റാക്കിൻ്റെ മൂവ്മെൻ്റ് ആണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ റാക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് എത്രത്തോളം ഫ്യൂവൽ എഞ്ചിനിലേക്ക് പോകുന്നു എന്ന് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റാക്കിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഗവർണർ. ഈ ഗവർണറാണ് ഈ റാക്കിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് വീണ്ടും ഗവർണറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്? നേരത്തെ പറഞ്ഞത് എയറും ഫ്യൂവലും വരുന്ന വഴി വേറെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എൻജിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻജിന് ഫ്യൂവൽ വളരെ കുറച്ച് മതി. കാരണം വണ്ടി ക്രൂസിങ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലീൻ മിക്സ്ചറാണ് വേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലീൻ മിക്സ്ചർ വേണമെന്ന് പറഞ്ഞാൽ ഫ്യൂവൽ കുറച്ച് മതി. പക്ഷേ പമ്പ് വർക്ക് ചെയ്യുന്നത് എൻജിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. എൻജിൻ്റെ സ്പീഡ് കൂടുമ്പോൾ പമ്പിൻ്റെ ഔട്ട്പുട്ടും കൂടും. എൻജിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ പമ്പിൻ്റെ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ ഇപ്പോൾ ക്രൂസിങ് സ്പീഡിൽ ഫ്യൂവൽ കുറച്ച് മതി എന്നുള്ള അവസ്ഥയിൽ എൻജിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഫ്യൂവൽ സപ്ലൈ എന്തായിരിക്കും, കൂടുതലായിരിക്കും. പമ്പ് ഫ്യൂവൽ സപ്ലൈ നോക്കാൻ പോകുന്നത് എന്തനുസരിച്ചാണ്, എൻജിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. എൻജിൻ്റെ സ്പീഡ് കൂടിയാൽ പമ്പിൻ്റെ സപ്ലൈ കൂടും, എൻജിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ പമ്പിൻ്റെ സപ്ലൈ കുറയും. അപ്പോൾ ഇപ്പോൾ ക്രൂസിങ് സ്പീഡിൽ ലീൻ മിക്സ്ചർ വേണ്ട സമയത്ത് എൻജിൻ്റെ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഒരുപാട് ഫ്യൂവൽ കൊടുക്കും. ആ ഫ്യൂവൽ മൊത്തം എന്ത് ചെയ്യും, സിലിണ്ടറിലേക്ക് എത്തും. സിലിണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മൊത്തം കത്തും, ചിലപ്പോൾ കത്തില്ല, കുറേ കത്താതെ പുറത്തേക്ക് വരും. അങ്ങനെ ഓവർ ഇഞ്ചക്ഷൻ സംഭവിക്കും വണ്ടി സ്പീഡ് കൂടുതലാണെങ്കിൽ.
ഇത് ഗവർണർ ഇല്ലെങ്കിലത്തെ അവസ്ഥയാണ് പറയുന്നത്. ഗവർണർ എന്തിനു വെക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ഗവർണർ ഇല്ലാത്തൊരു വണ്ടിയിൽ ഡീസൽ എഞ്ചിനിൽ സ്പീഡ് വളരെ കൂടുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ വണ്ടി ക്രൂയിസിങ് അവസ്ഥയിൽ ലീൻ മിക്സറാണ് ആവശ്യം വരുന്നത്. അതേ സമയത്ത് പമ്പ് വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് എഞ്ചിൻ്റെ ഡ്രൈവ് ഉപയോഗിച്ചായതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ സ്പീഡ് കൂടിയാൽ പമ്പിൻ്റെ സ്പീഡ് കൂടും. പമ്പിൻ്റെ സ്പീഡ് കൂടിയാൽ പമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്യൂവലിൻ്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായി പുറത്തേക്ക് വരുന്ന ഫ്യൂവൽ എന്ത് ചെയ്യും? റിച്ച് മിക്സ്ചർ ഉണ്ടാക്കും. അത് ഓവർ ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നു. റിച്ച് മിക്സ്ചർ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? പിന്നെ സ്പീഡ് കൂടും. ആ സമയത്ത് നമ്മൾ ത്രോട്ടിൽ വാൽവ് കുറയ്ക്കുകയാണെങ്കിലോ വണ്ടിയുടെ സ്പീഡ് കുറയും, പക്ഷെ കത്താതെ കുറേ ഫ്യൂവൽ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും, നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അത് ഒരു കണ്ടീഷൻ. ഇനി ഐഡ്ലിംഗ് സമയത്താണെങ്കിലോ, ഗവർണർ ഇല്ലാത്ത ഒരു എഞ്ചിനിൽ ഐഡ്ലിംഗ് സമയത്ത് എങ്ങനെയുള്ള ഫ്യൂലാണ് വേണ്ടി വരിക? റിച്ച് മിക്സ്ചറാണ് വേണ്ടത്. വണ്ടി ഐഡ്ലിംഗ് സമയത്ത് റിച്ച് മിക്സ്ചറാണ് വേണ്ടത്. എന്തിലെ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാൾ ആവും. പക്ഷെ ആ സമയത്ത് എഞ്ചിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? വളരെ കുറവായതുകൊണ്ട് തന്നെ പമ്പിൻ്റെ സ്പീഡും വളരെ കുറവായിരിക്കും. അപ്പോൾ പമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്യൂവലിൻ്റെ അളവും കുറവായിരിക്കും. അതോടുകൂടി എഞ്ചിൻ സ്റ്റാൾ ആവും അല്ലെങ്കിൽ ഓഫ് ആവും. ഇതേ കണ്ടീഷൻ തന്നെ ഹൈ ലോഡിലും ലോ ലോഡിലും സംഭവിക്കും. ഹൈ ലോഡിൽ എന്ത് ചെയ്യും? എഞ്ചിൻ്റെ RPM കുറഞ്ഞു വരും, അവസാനം അത് നിന്ന് പോകും. ഇനി ലോ ലോഡാണെങ്കിലോ എഞ്ചിൻ്റെ സ്പീഡ് കൂടി വരും, അവസാനം അത് എഞ്ചിൻ ഓവർ ഹീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡാമേജ് ആവാനോ സാധ്യത ഉണ്ടാവും. ഓവർ ഷൂട്ട് ചെയ്യാന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും, അതായത് എല്ലാ സ്പീഡിലും എല്ലാ ലോഡിലും ഒപ്റ്റിമം ഫ്യൂവൽ സപ്ലൈ എഞ്ചിനിലേക്ക് കൊടുക്കാനാണ് ഒരു ഗവർണർ ഉപയോഗിക്കുന്നത്. വിത്തിൻ റേഞ്ച് എന്ന് പറയുന്നുണ്ട്. ഗവർണറിന് ഒരു റേഞ്ച് ഉണ്ടാവും. ഇത്ര സ്പീഡ് മുതൽ ഇത്ര സ്പീഡ് വരെ, ഒരു മിനിമം സ്പീഡും ഒരു മാക്സിമം സ്പീഡും ഉണ്ടായിരിക്കും. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഒപ്റ്റിമം ഫ്യൂവൽ സപ്ലൈ ചെയ്യാനാണ് ഒരു ഗവർണർ ഉപയോഗിക്കുന്നത്. ഇനി ഗവർണറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ വർക്കിംഗ് അനുസരിച്ച് അത് മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തത് മെക്കാനിക്കൽ ഗവർണർ, അത് മെക്കാനിക്കൽ രീതിയിലായിരിക്കും അതിനെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത്. രണ്ട് ന്യൂമാറ്റിക് ഗവർണർ, അത് എയർ ഉപയോഗിച്ചിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഗവർണർ എന്ന് പറയുന്നത് അത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഈ രണ്ടെണ്ണം മെക്കാനിക്കലും ന്യൂമാറ്റിക്കും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഹൈഡ്രോളിക് ഗവർണർ നമുക്ക് പഠിക്കുന്നില്ല. ഒന്നാമത്തത് അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ ഓപ്പറേഷൻ്റെ മെത്തേഡ് അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് മെക്കാനിക്കൽ ഗവർണർ, ന്യൂമാറ്റിക് ഗവർണർ, ഒന്നാമത്തെ ഹൈഡ്രോളിക് ഗവർണർ. ഇതിൽ ഒന്നാമത്തെ രണ്ടെണ്ണം, അത് ഒന്നും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ അടിസ്ഥാന തത്വം അനുസരിച്ച്. ഇത് വർക്കിംഗ് അനുസരിച്ചാണെങ്കിൽ ഇത് അതിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്. പ്രധാനമായിട്ടും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മാക്സിമം സ്പീഡ് ഗവർണർ, രണ്ട് ആൾ സ്പീഡ് ഗവർണർ. ഈ രണ്ടെണ്ണം നമ്മൾ ഇത് പഠിക്കുമ്പോൾ കൂടെ ചേർത്ത് പഠിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ മാക്സിമം സ്പീഡ് ഗവർണർ എന്നും രണ്ടാമത്തേനെ ആൾ സ്പീഡ് ഗവർണർ എന്നും വിളിക്കുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാം. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ്റെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് ഓപ്പറേഷനിൽ ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള മെക്കാനിക്കൽ ഗവർണർ, അതിൻ്റെ ചിത്രമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും സെൻറ്ററിലായിട്ട് വരുന്നതാണ് ഗവർണർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഷാഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും എടുക്കുന്ന പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഷാഫ്റ്റ് തിരിയുന്നത്. അതിൽ പിടിപ്പിച്ചിരിക്കുന്ന എന്താണ്? ഒരു ബെൽ ക്രാങ്ക്, ഇതിനെ ബെൽ ക്രാങ്ക് എന്ന് വിളിക്കും. ആ ബെൽ ക്രാങ്കിനെ സെൻറ്ററിലായിട്ട് പിവറ്റ് ചെയ്തിട്ടുണ്ട്. ആ പിവറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഷാഫ്റ്റിലേക്കാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് തിരിയുമ്പോൾ ബെൽ ക്രാങ്ക് മൊത്തത്തിൽ തിരിയും. അത് ആലോചിച്ച് നോക്കുക. ഷാഫ്റ്റ് ഉണ്ട്, ഷാഫ്റ്റിൻ്റെ സൈഡിൽ രണ്ട് ആം ഉണ്ട്. ആ ആം ഷാഫ്റ്റിൽ ഫിക്സ് ആണ്. ആ ആമിൻ്റെ എൻഡിൽ ഒരു പിവറ്റ് പോയിന്റ് ഉണ്ട്. ആ പിവറ്റ് പോയിന്റിൽ ഒരു ബെൽ ക്രാങ്ക്, ഈ വളഞ്ഞിരിക്കുന്ന പീസിനെ ബെൽ ക്രാങ്ക് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഉണ്ട് രണ്ട് ബെൽ ക്രാങ്ക് ഉണ്ട്. ആ ബെൽ ക്രാങ്കിൻ്റെ എൻഡിൽ സെൻട്രിഫ്യൂഗൽ വെയ്റ്റ്സ്, കുറച്ച് കനം കൂടിയ രണ്ട് പീസ്, രണ്ട് ഗോളങ്ങളായിരിക്കും. ആ ഗോളങ്ങളെ പരസ്പരം സ്പ്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തൊക്കെയായി പറഞ്ഞത്? സെൻറ്ററിലൂടെ ഒരു ഗവർണർ ഷാഫ്റ്റ് വരുന്നു. ആ ഷാഫ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിനാണ്. ആ ഷാഫ്റ്റിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ആം ഉണ്ട്. ആ ആമിൻ്റെ എൻഡിലായിട്ട് ഒരു ബെൽ ക്രാങ്ക്, ഈ പീസിനെ ബെൽ ക്രാങ്ക് എന്ന് വിളിക്കും. ആ ബെൽ ക്രാങ്ക് ആണ് പിവറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ആ രണ്ട് ബെൽ ക്രാങ്കിൻ്റെയും മുകളിലായിട്ട് സെൻട്രിഫ്യൂഗൽ വെയിറ്റ്, കനം കൂടിയ രണ്ട് വെയിറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ആ വെയിറ്റുകളെ പരസ്പരം സ്പ്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടും ചേർന്ന് നിൽക്കും. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങോട്ടും ചേർന്ന് നിൽക്കുകയാണ് ഈ സ്പ്രിങ് കാരണം. ഇനി ബെൽ ക്രാങ്കിൻ്റെ എൻഡ്, അടുത്ത എൻഡ്, താഴെയുള്ള എൻഡ് ഒരു സ്ലീവിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ സ്ലീവ് ഇരിക്കുന്നത് ഈ ഷാഫ്റ്റിൽ തന്നെയാണ്, പക്ഷെ ഷാഫ്റ്റിൽ ഫിക്സ് ചെയ്തിട്ടില്ല. ആ സ്ലീവിന് ഈ ഷാഫ്റ്റിലൂടെ മുകളിലേക്കും താഴത്തേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ഷാഫ്റ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഷാഫ്റ്റ് കിടന്ന് കറങ്ങിയാൽ പക്ഷെ ഇത് കൂടെ കറങ്ങില്ല, സ്ലീവ് കൂടെ കറങ്ങില്ല. പകരം എന്ത് ചെയ്യും? അതിന് മുകളിലേക്കും താഴത്തേക്കും സ്ലൈഡ് ചെയ്യാൻ പറ്റും. രണ്ട് പീസാണല്ലോ. ആ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബെൽ ക്രാങ്കിൽ നിന്ന് വരുന്ന ആമും താഴെയായിട്ട് കൺട്രോൾ ട്രാക്ക്, അതായത് നേരത്തെ പറഞ്ഞ പമ്പിൻ്റെ കൺട്രോൾ ട്രാക്കിലേക്കുള്ള ലിങ്കും പോകുന്നുണ്ട്. ഈ ലിങ്ക് പോകുന്നത് കൺട്രോൾ ട്രാക്കിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ മൂവ്മെൻറ്റ് അതേപോലെ കൺട്രോൾ ട്രാക്കിന് കിട്ടും. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി മെക്കാനിക്കൽ ഗവർണറിൻ്റെ വർക്കിംഗ് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഗവർണർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എഞ്ചിൻ്റെ സ്പീഡ് അനുസരിച്ചാണ്. എഞ്ചിൻ്റെ സ്പീഡ് കൂടുമ്പോൾ ഗവർണർ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കൂടും. എഞ്ചിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ഗവർണർ ഷാഫ്റ്റിൻ്റെ സ്പീഡും കുറയും. അപ്പോൾ ഈ ഗവർണർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ഈ ആം റൊട്ടേറ്റ് ചെയ്യും. ആ ആമിലിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ വെയിറ്റും റൊട്ടേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂഗൽ വെയിറ്റ് ഇരിക്കുന്നത് പിവറ്റ് പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പിവറ്റ് പോയിന്റിലാണ് സെൻട്രിഫ്യൂഗൽ വെയിറ്റ് ഇരിക്കുന്നത്. ഈ ബെൽ ക്രാങ്ക് ഇരിക്കുന്നത് പിവറ്റ് പോയിന്റിലാണല്ലോ. അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കാണുന്ന രണ്ട് ഭാഗം, ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റ് എന്ന് പറയുന്ന ഭാഗത്തിന് വ്യത്യാസം കനം ഉണ്ടാവും. ഒരു സാധനം, ഒരു വെയിറ്റ് നൂലിൽ കെട്ടി കറക്കിയാൽ എന്താ സംഭവിക്കാൻ അറിയാമായിരിക്കുമല്ലോ, അത് പുറത്തേക്ക് തെറിക്കാൻ നോക്കും. ഇതിങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ, അതായത് ഒരു വെയിറ്റ് കൂടിയ സാധനം നൂലിൽ കെട്ടി കറക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് തെറിക്കും, അറിയാമായിരിക്കുമല്ലോ. പുറത്തേക്ക് പോകാൻ നോക്കും, പക്ഷെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വിടർന്ന് കറങ്ങാൻ പോകും. നമ്മൾ ആ നൂലിൻ്റെ അത്രയും നീളം റേഡിയസ് ഉള്ള ഒരു സർക്കിളായിട്ട് അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകളൊക്കെ രണ്ട് സൈഡിലേക്ക് വലിയാൻ തുടങ്ങും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം, പുറത്തേക്കുള്ള ഫോഴ്സ് കാരണം ഈ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റ് രണ്ട് സൈഡിലേക്കും ഒന്നിങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതൊരു പിവറ്റ് പോയിന്റ് ആണല്ലോ. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഈ സാധനം എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ ഭാഗം, ഈ ബെൽ ക്രാങ്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. ഇത് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിരിക്കുന്നത് ഈ സ്ലീവിലാണല്ലോ. അപ്പോൾ സ്ലീവ് എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങും. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ വെയിറ്റ് പുറത്തേക്ക്, ഔട്ട് സൈഡിലേക്ക് നീങ്ങും. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക്. ഈ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബെൽ ക്രാങ്ക് എന്ത് ചെയ്യും? ഈ സ്ലീവിനെ മുകളിലേക്ക് വലിക്കും. ഇത് ഇങ്ങോട്ട് പോയാൽ ഇത് മുകളിലേക്ക് വലിക്കും. ഈ ഷാഫ്റ്റ് മുകളിലേക്ക് വലിയുന്നത് ഈ ലിങ്കേജ് വഴി കൺട്രോൾ ട്രാക്കിലേക്ക് പോകും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എഞ്ചിൻ്റെ സ്പീഡ് കൂടി നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് വിത്തിൻ റേഞ്ച്, ആ റേഞ്ചിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഈ സാധനം പിന്നെയും എത്തും. ഈ വെയിറ്റ് പിന്നെയും പുറത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഈ സ്ലീവ് പിന്നെയും മുകളിലേക്ക് വരും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ റാക്കിനെ അത് മൂവ് ചെയ്യിച്ച് കംപ്ലീറ്റ് ഫ്യൂൽ സപ്ലൈ ക്ലോസ് ചെയ്യും. പിന്നെ ഫ്യൂൽ സപ്ലൈ ഉണ്ടായിരിക്കില്ല. ഫ്യൂൽ സപ്ലൈ ഇല്ലെങ്കിൽ എഞ്ചിൻ്റെ സ്പീഡ് കുറയും. എഞ്ചിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയും. ഈ വെയിറ്റുകളുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറയും. അപ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇവനെ തമ്മിൽ പരസ്പരം അടുപ്പിക്കും. പരസ്പരം അടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് താഴത്തേക്കല്ലേ വരിക. ഈ സ്ലീവ് താഴേക്ക് വരും. അപ്പോൾ വീണ്ടും റാക്ക് മൂവ് ചെയ്യിക്കും. റാക്ക് എന്ത് ചെയ്യും? വീണ്ടും കുറച്ച് ഫ്യൂവലിനെ അലോ ചെയ്യും. അങ്ങനെ എഞ്ചിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും.
ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് മാക്സിമം ഒരു സ്പീഡ് എത്തുമ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ, അതുവരെ കൺട്രോൾ ഇല്ല. നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യും, റേഞ്ചിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ വീണ്ടും കൊടുക്കും. അതുകൊണ്ടാണ് മാക്സിമം സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത്. അതിനാകെ ഒരു സ്പീഡേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യും, മാക്സിമം സ്പീഡിനൊക്കെ താഴെയാണെങ്കിൽ ഫ്യൂവൽ കൊടുക്കും, സപ്ലൈ ചെയ്യും. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ വെച്ചാണ് ഈ ഗവർണർ കൺട്രോൾ നടക്കുന്നത്. വേറെ ഒരു സ്പീഡും ഇല്ല, വേറെ സ്പീഡൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മാക്സിമം സ്പീഡ്, ഈ എഞ്ചിൻ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് ആവും, അതിനേക്കാൾ കുറവാണെങ്കിൽ ഫ്യൂവൽ കൊടുക്കും. അങ്ങനെ സിംഗിൾ സ്പീഡിൽ മാത്രമേ ഇതിന് കൺട്രോൾ ഉള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം സ്പീഡ് ഗവർണർ എന്ന് വിളിക്കുന്നത്. പറയുകയാണെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്യുന്നു, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ പുറത്തേക്ക് മൂവ് ചെയ്യുന്നു, അപ്പോൾ സ്ലീവ് മുകളിലേക്ക് പോകുന്നു, അപ്പോൾ റാക്ക് എഞ്ചിൻ്റെ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്നു. എഞ്ചിൻ്റെ സ്പീഡ് കുറയുന്ന സാഹചര്യത്തിൽ ഈ സെൻട്രിഫ്യൂഗൽ വെയിറ്റുകൾ അടുപ്പിക്കുകയും ഈ സ്ലീവ് താഴേക്ക് വരികയും ആ മൂവ്മെൻറ്റ് റാക്കിലേക്ക് എത്തി റാക്ക് ഫ്യൂൽ സപ്ലൈ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് മെക്കാനിക്കൽ ടൈപ്പ് ഗവർണറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ടൈപ്പായിട്ടുള്ള മെക്കാനിക്കൽ ടൈപ്പ് ഗവർണറാണ്. അതിന് നമ്മൾ മാക്സിമം സ്പീഡ് ഗവർണർ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഒരു സ്പീഡ് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് കുറയ്ക്കും, മാക്സിമം സ്പീഡിൻ്റെ താഴെ ആയിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സ്പീഡ് കൂട്ടും. അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യും, മാക്സിമം സ്പീഡിൽ താഴെയാണെങ്കിൽ ഫ്യൂവൽ സപ്ലൈ ചെയ്യും. അതാണ് മെക്കാനിക്കൽ ടൈപ്പ് ഗവർണർ. ഇനി നമ്മൾ അടുത്തായി പഠിക്കാനുള്ളത് ന്യൂമാറ്റിക് ടൈപ്പ് ഗവർണറാണ്. അടുത്ത ക്ലാസ്സിലാണ് എടുക്കുന്നത്. അപ്പം നോട്ട് എഴുതിയെടുക്കണം. നോട്ട് എഴുതുന്ന രീതി, ഈ ഹെഡിങ് കൊടുക്കുക, ഇൻട്രൊഡക്ഷൻ കോമൺ ആണ്. അതിനുശേഷം ടൈപ്സ് എഴുതിയെടുക്കുക. ഇതെല്ലാം ഈ ലിസ്റ്റ് അങ്ങനെ തന്നെ എഴുതിയെടുക്കുക. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഹെഡിങ് ആദ്യം കൊടുക്കണം. അക്കോർഡിംഗ് ടു മെത്തഡ് ഓഫ് ഓപ്പറേഷനിൽ 1 മെക്കാനിക്കൽ ടൈപ്പ് ഗവർണർ. ഈ ചിത്രം വരച്ചെടുക്കണം. ഈ നോട്ട്സ് അതേപോലെ എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ന്യൂമാറ്റിക് ടൈപ്പ് ഗവർണർ, അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ആൾ സ്പീഡ് ഗവർണർ, ഇത് രണ്ടും പഠിക്കുന്നതാണ്.